അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് വെച്ചാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ ഈ ഒരു മസാല ഉണ്ട് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ പകുതി പണി കുറഞ്ഞു കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾക്ക് നമ്മൾ ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും വെജ് ആണെങ്കിലും എന്താണെങ്കിലും ശരി, നമുക്ക് ഈ ഒരു മസാല കൊണ്ട് തന്നെ നമുക്ക് നല്ല മണവും അതേപോലെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ആ ഒരു നല്ലൊരു തിക്നെസ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിക്കാത്ത കറിയാണ് വെച്ചാൽ നല്ലൊരു പെരുക്കും ടേസ്റ്റൊക്കെ കിട്ടാനാണ് വെച്ചാൽ ഇത് കുറച്ച് കൂടുതൽ ഇടുകയാണ് വെച്ചാൽ നമുക്ക് തേങ്ങ ഒഴിക്കാതെ തന്നെ കറി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും പെരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ആ മണവും ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മീനൊക്കെ വറുക്കുകയാണെങ്കിലും അതുപോലെ ചിക്കൻ വറുക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഇത് കുറച്ച് ചേർത്ത് നോക്കിച്ചാൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണ് വെച്ചാൽ തീർച്ചയായും ചെയ്ത് നോക്കുക. പിന്നെ സാധാരണ പൊടിക്കുന്നവരാണ് വെച്ചാൽ ഇതിൽ കൂടുതൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടാനും അതുപോലെ നല്ല തിക്ക് കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സീക്രട്ടൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മസാലപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഏകദേശം 200 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ പൊടിച്ച് വയ്ക്കുക. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾക്ക് നമുക്ക് ഇത് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ പൊടിച്ച് വയ്ക്കുക. ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പാൻ അടുപ്പിൽ വെക്കുമ്പോൾ തൊട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. തീ ഒരുപാട് കൂട്ടിയിട്ട് നമ്മൾ ജീരകം ഇടാമെന്ന് വിചാരിക്കേണ്ട. കാരണം ജീരകം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും, അതുപോലെ നമുക്ക് ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കാതിരിക്കരുത്, പെട്ടെന്ന് ഒന്ന് അടി പിടിക്കും. ഈ മസാലപ്പൊടിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മസാല ബോക്സാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കണം വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് കുക്കിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്യാനും ഒക്കെ നല്ലൊരു ഇതാണ്. ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. 5 കറാമ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം ആവാതെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 200 ഗ്രാം പെരിഞ്ജീരകത്തിന് ഒരു 5 എണ്ണം മതിയാവും. അതേപോലെ തന്നെ 5 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് ഏലക്കയും കൂടി ചേർക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുരുമുളകാണ്. അപ്പോൾ നമ്മളിതിൽ സാധാരണ പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ഓരോരുത്തർ പൊടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇതിൽ കുറച്ച് കുരുമുളക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഞാൻ ഒരു 3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പൊടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അതിലൊരു നല്ല ഒരു തിക്നെസ്സും നമ്മുടെ കറിയൊക്കെ നല്ല തിക്നെസ്സും അതേപോലെ അതിൻ്റെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെയാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്കിതിന് ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യാനുള്ളതാണ് കശേഷയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ കറി നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു ടീസ്പൂണോളം ആഡ് ചെയ്താൽ മതി. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 1.5 ഇട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ മസാല കേടുകൂടാതെ കുറച്ച് ദിവസം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പൂപ്പൽ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസാല ഇതുപോലെ പൊടിക്കുന്ന സമയത്ത് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊരു പൂപ്പൽ പോലെ വന്ന് കേടുവന്ന് പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാതെ വേണം നമ്മളെപ്പോഴും പൊടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ പെരിഞ്ജീരകം ഏകദേശം ചെറിയൊരു കളർ ചേഞ്ച് വന്നാൽ മാത്രം മതി കേട്ടോ. അല്ലാതെ നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ആവാനോ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് നമുക്ക് ഏകദേശം നമുക്ക് ആ കറിവേപ്പില എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്താണെന്നൊക്കെ. ആ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്തൊന്ന് കൊടുത്താൽ മതി.
അമത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്തത് ബേ ലീഫാണ്. ബേ ലീഫ് ഞാനൊരു 2-3 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം ആയതുകൊണ്ട് ഒരു 3 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി എടുക്കണം അതിനനുസരിച്ച് എല്ലാം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് പൊടിച്ച് വയ്ക്കണതാണ് നല്ലത് കേട്ടോ. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, അപ്പോൾ മതിയാക്കാം കേട്ടോ. അപ്പം നമുക്കൊരു ചൂടാറാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചൂടാറി തണുത്ത് പോകരുത്. ഏകദേശം ഒരു നല്ല ഒരു ചൂട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പാത്രം നല്ല ചൂടായി കിടക്കല്ലേ. അപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ എടുത്ത് വെച്ചിരിക്കണ മല്ലിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചീത്തയെ പോവും. അതുപോലെ തന്നെ മുളക് പൂപ്പലടിച്ച് പോകാറുണ്ട്. അപ്പോൾ ആ മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു പാത്രത്തിൽ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ മടിയുള്ളൊരു കാര്യമല്ലേ, അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ മസാല കൂട്ടിൻ്റെ കൂടെ ഇടാനല്ല കേട്ടോ. പക്ഷേ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാഷ്യൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് തണുത്ത് വെച്ചാൽ അത് പൊടിഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് അല്പം ചൂട്ടോടെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ നൈസായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മിക്സിയിൽ എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചൂടോടെയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളെപ്പോഴും കുപ്പിയിലോട്ട് മാറ്റരുത്. ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പേപ്പർ വിരിച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മളിത് കുപ്പിയിലാക്കി വെക്കേണ്ടത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അതിൽ ഈർപ്പം നിൽക്കുകയാണ് വെച്ചാൽ അതിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ കയറാനും അതുപോലെ കേടുവരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിലും ചൂടെല്ലാം നന്നായി ആറിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ബോട്ടിലാക്കി എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലപ്പൊടി ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലപ്പൊടിയുടെ റെസിപ്പി. അപ്പോൾ പക്ഷേ ചെയ്യാനും എളുപ്പമാണ്, എന്നാൽ പിന്നെ കറി അടിപൊളി ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവരും വിചാരിക്കും സാധാരണ ഞങ്ങൾ പൊടിക്കാറല്ലേ, അപ്പോൾ ഇതിന് പ്രത്യേകം എന്തപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് അല്ലേ, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് വരാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സീക്രട്ടായിട്ടുള്ള ഓരോ മസാലകളാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാതെ ഈ മസാലകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതേപോലെ വെറൈറ്റി ടേസ്റ്റൊക്കെ ആയിട്ട് ഒന്ന് നോക്കുക. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കണ എല്ലാം ഇത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചതൊക്കെ കഴിയാനായിട്ടോ, അത്രയ്ക്കും പെട്ടെന്ന് കഴിയാനായി. കാരണം നമുക്കിത് ഒരുപാട് യൂസാണ്. നമുക്ക് മീൻ വറുക്കാനാണെങ്കിൽ, ചിക്കൻ വറുക്കാനാണെങ്കിൽ, പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കടലക്കറി, ചിക്കൻ കറി, മീൻ കറി എന്ത് വയ്ക്കുകയാണെങ്കിലും അതിന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഉണ്ടാക്കി വയ്ക്കുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലൊരു യൂസായിരിക്കും. മസ്റ്റാണ് കേട്ടോ, 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണാമായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.